ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിന് മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം നേരുന്നു. ജീവിതം കൃപ നിറഞ്ഞതാകുവാൻ കൃപ നിറഞ്ഞവളെ എന്ന് സ്വർഗം വിളിച്ച പരിശുദ്ധ കന്യകാമറിയത്തിലേക്ക് നോക്കിയാൽ മതി. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ഒത്തിരി കൃപകൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ ഞാനും നിങ്ങളും? ജീവിതത്തിൽ ഒത്തിരി കൃപകൾ ആവശ്യമുള്ളവരല്ലേ ഞാനും നിങ്ങളും? നമുക്ക് പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക അനുകരിക്കാം. അമ്മയുടെ ജന്മം മറ്റുള്ളവർക്ക് അനുഗ്രഹമായ ഒരു ജന്മം. അമ്മ ജനനം മുതൽ ആയിരുന്നിടത്ത് എല്ലാം അനുഗ്രഹമായിരുന്നു. പരിശുദ്ധ അമ്മ എലീശോയെ കണ്ടപ്പോൾ ശിശു എലീശോയുടെ ഉദരത്തിൽ കുതിച്ചു ചാടി. കാനായിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മ, ശിഷ്യന്മാരും അമ്മയും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പന്തക്കൊസ്ത അനുഭവം ഉണ്ടാകുന്നു. അമ്മയുടെ സാന്നിധ്യം തന്നെ അനുഗ്രഹമായി മാറുന്നു. ഞാനും നിങ്ങളും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറണം. പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാൾ ആഘോഷിക്കുന്ന ഈ അനുഗ്രഹ ദിനത്തിൽ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം തേടി നമുക്കും പ്രാർത്ഥിക്കാം. അങ്ങനെ സ്വർഗം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന കൃപകൾ നമുക്ക് സ്വന്തമാക്കി മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്ന ജീവിതത്തിൻ്റെ ഉടമകളാകാം. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.